സ്കൂളിലെ ഒരു ദിവസം പ്രിൻസിപ്പൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ? തിയേറ്റർ ഉണ്ട് സ്കൂളിൽ. തിയേറ്ററോ? തിയേറ്റർ എന്തിനാ? തിയേറ്റർ കൊണ്ടുവന്നിട്ട് അപ്പൊ ഈ പിള്ളേര് ക്ലാസ് ആയിട്ട് പോകത്തില്ലല്ലോ, ക്ലാസ് കട്ട് സിനിമയ്ക്ക് പോകത്തില്ല. എന്നിട്ട് സ്കൂളുകാർക്ക് ഒരു വരുമാനം. ആമ്പിള്ളേരെയും പെമ്പിള്ളേരെയും മിക്സ് ചെയ്തിരുത്തണം. ഒരു ബെഞ്ചിന് മിക്സ് ചെയ്തിരിക്കണം. അതാകുമ്പോൾ നല്ല സൗകര്യമായിരിക്കും. അത് കൊള്ളാം, അത് പൊളിച്ച്. പിന്നെ ഡെയിലി 3 പീരീഡ് ആക്കും. ഒരു പീരീഡ് പഠിപ്പിക്കാൻ, പിന്നെ 2 പീരീഡ് വീട്ടിൽ. 2 പീരീഡ് പി ടി എന്തായാലും പൊളിച്ചു കേട്ടാ. ഞാൻ ഈ ക്ലാസ് നോട്ട് എടുക്കുന്നത് എന്നിട്ട് ഗ്രൂപ്പ് കയറി എന്ത് വാട്സപ്പ് ഗ്രൂപ്പ്? എന്നിട്ട് അതിനകത്ത് നോട്ട് എടുക്കും. അതിനാ നോട്ട് കൊടുക്കും. അതാകുമ്പോൾ പിള്ളേർക്ക് എഴുതണ്ട. അത് കൊള്ളാം. PT പീരീഡ് PT ക്ക് കൊടുക്കണം. അങ്ങനെ ആക്കും. സമയം പി ടി കൊടുക്കണം. അപ്പൊ ഇപ്പൊ പീരീഡ് പി ടിക്ക് അല്ല കൊടുക്കുന്നത്, ഇല്ല, പഠിപ്പിക്കാനായിട്ടൊക്കെ കയറുന്നുണ്ട്. പഠിപ്പിക്കാനായിട്ട് കയറുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് പി ടിക്ക് തന്നെ കൊടുക്കും. ഐഡന്റിറ്റി കാർഡ് അങ്ങനെ യൂണിഫോം ഒന്നും കൊണ്ടുവരും. കളറാക്കണം. കളറ് അതാകുമ്പോഴത്തേക്ക് സ്കൂൾ വന്നില്ല ആരും അറിയത്തില്ലല്ലോ. അത് സ്കൂളിൽ അവധി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ അവധി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് അവധി. അതായത് ആഴ്ച എത്ര ദിവസം അവധി വേണം? ഒരു 2 ദിവസം. ആഴ്ച 2 ദിവസം. അപ്പം ഇപ്പൊ ഓൾറെഡി 2 ദിവസം അവധി ഇല്ലണം. അല്ലാതെ 2 ദിവസം. അല്ല, ഈ 5 ദിവസത്തിൽ 2 ദിവസമാണ് അവധി. പിന്നെ ഈ യൂണിഫോം വരണം, കാരണം നമുക്ക് എന്നും കഴുകിയിട്ടുണ്ട് യൂണിഫോം. എന്നൊന്ന് കഴിയണം. അത് ഭയങ്കര മെനക്കേടാ. അത് ഭയങ്കര മെനക്കേടാ. അപ്പൊ എന്തായാലും പിള്ളേരുടെ ആവശ്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫോളോവറെ കണ്ടാൽ നമ്മൾ വെറുതെ വിടത്തില്ല. ഞാൻ മോനെ പിടിച്ചേ, എന്നാ പിടി, ഹാപ്പിയായ